Hi friends, എല്ലാവർക്കും KGR ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗീതു, സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കരിമുകളാണ്. ഹസ്ബൻഡിൻ്റെ പേര് അഭിലാഷ്. ഞങ്ങൾക്കൊരു മോനുണ്ട്, മോന് 2 വയസ്സായി. മോൻ്റെ പേര് ഇഷാൻ എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ റിച്ചൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ്. മെയിനായിട്ട് നമ്മൾ ഗ്ലിസറിൻ സോപ്പ് ബേസ് വെച്ചിട്ടുള്ള സോപ്പുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ പാരബൺ സൾഫേറ്റ് ഫ്രീ സോപ്പിൻ്റെ ബേസാണിത്. നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഓൺലൈനായിട്ട് മേടിച്ചത് അല്ലാട്ടോ, നമ്മൾ ക്വാളിറ്റി ഉള്ള നല്ലൊരു ബേസാണിത്. കുറഞ്ഞ വിലയിലും കെമിക്കൽ ഷോപ്പിലും അതുപോലെ മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം മേടിക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കി മേടിക്കുക. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് സോപ്പിൻ്റെ ബേസ് മേടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കെമിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ അന്ന് സോപ്പിൻ്റെ ബേസ് മേടിച്ച് ഉണ്ടാക്കി നോക്കിയപ്പോൾ സോപ്പിന് നല്ല കട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ പത കുറവായിരുന്നു. അതുപോലെ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ വീണ്ടും മേടിച്ച് നോക്കിയപ്പോൾ അതിലും പത കുറവായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ സോപ്പിൻ്റെ ബേസ് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് നോക്കി, അഥവാ ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ ആണെങ്കിൽ മേടിക്കണമെങ്കിൽ കൂടി തന്നെ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബേസ് നോക്കി മേടിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ബേസാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ വേണ്ട സാധനം എന്ന് പറയുന്നത് സോപ്പ് ബേസാണ്. നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് നോക്കി മേടിക്കുക. എങ്കിൽ മാത്രമാണ് സോപ്പ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവുകയുള്ളൂ, അതുപോലെ നല്ല പതയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ അതുപോലെ ഏറ്റവും വില കുറഞ്ഞ ബേസ് നോക്കി മേടിക്കരുത്. 100, 120 ആ റേറ്റിലൊക്കെ ബേസ് നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിലും അതുപോലെ കെമിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തരത്തിലുള്ള ബേസ് നോക്കി മേടിക്കാതിരിക്കുക. അടുത്തായിട്ട് ഇതെന്ന് പറയുന്നത് ഇത് ഷിയ ബട്ടറാണ്. ഇത് നമ്മൾ ഷിയ ബട്ടറിൻ്റെ ബേസാണിത്. നല്ല ബേസാണ്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോപ്പ് ബേസാണിത്. ഷിയ ബട്ടറിൻ്റെ ബേസാണിത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ 2 ബേസാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ബേസാണ്. ഞാൻ ആദ്യമൊക്കെ സോപ്പ് ഉണ്ടാക്കി നോക്കിയത് ഗ്ലിസറിൻ ബേസിലാണ്. അപ്പോൾ ഷിയ ബട്ടർ ഒന്ന് മേടിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചൊന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് സോപ്പിൻ്റെ ബേസായി. അടുത്തായിട്ട് നമുക്കൊരു വെയിറ്റിംഗ് മെഷീൻ വേണം. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് സോപ്പിൻ്റെ വെയിറ്റൊക്കെ നോക്കാനായിട്ട് എപ്പോഴും ഒരു മെഷീൻ നല്ലതാണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. മെഷീൻ ഇല്ലാതെ നമുക്ക് ചെയ്യാം, എങ്കിൽ കൂടിയും മെഷീൻ ഉള്ളത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇതുപോലൊരു മെഷറിംഗ് കപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 60 ml ഒരു മെഷറിംഗ് കപ്പാണിത്. ഇത് നമുക്ക് കെമിക്കൽ ഷോപ്പിൽ നിന്ന് അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10, 20, 30 റേറ്റൊക്കെ വരുള്ളൂ. 10, 20 റേറ്റൊക്കെ വരുള്ളൂ ഇത്രയും ചെറിയൊരു മെഷറിംഗ് കപ്പിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ജ്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 60 ml ഒരു കപ്പാണിത്. ഈ ഒരു അളക്ക് കണ്ട ഇതും ഞാൻ യൂസ് ചെയ്യാൻ എടുക്കാറുണ്ട്. ഒരു 5 ml ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷറിംഗ് കപ്പ് പോലത്തെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഈ മോൻ്റെ മരുന്നൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതില്ലേ, അളക്ക് കിട്ടൂലേ, ആ ഒരു അളക്കാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മെയിനായിട്ട് ഈ ഒരു കപ്പിലാണ് ഞാൻ മെഷർ ചെയ്യാൻ എടുക്കുന്നത്. 5 ml ആണെങ്കിൽ ഇത് എടുക്കാറുണ്ട് ജ്യൂസ്. പിന്നെ എന്ന് പറയുന്നത് ഇത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒലീവ് ഓയിലൊക്കെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ. തീരാറായി, അടുത്തത് മേടിക്കണം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇതിൻ്റെ ഓയിലും അവൈലബിൾ ആണ്. ഈ ക്യാപ്സ്യൂളിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഓയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളായിട്ടാണ് യൂസ് ചെയ്ത് സോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് ഓയിലുകളാണ്. തുടക്കത്തിലൊന്നും എൻ്റെ കയ്യിൽ ഇത്ര ഫ്രാഗ്രൻസ് ഓയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഓയിലെന്ന് പറയുന്നത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ടായിരുന്നു, അതുപോലെ ലാവൻഡറിൻ്റെ ഉണ്ടായിരുന്നു, ലെമൺ ഉണ്ടായിരുന്നു,
ഇത്രയ്ക്ക് ഓയിലായിരുന്നു ഞാൻ ആദ്യം സോപ്പ് ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കുറേയൊക്കെ തീർന്നതുണ്ട്. ഇതൊക്കെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ സോപ്പൊക്കെ ഉണ്ടാക്കാൻ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയും ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാൻ ഓരോ തവണയായിട്ട് ഇങ്ങനെ മേടിച്ച് കൂട്ടി വെക്കുന്നതാണ് കേട്ടോ. ഇത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇത് ലാവണ്ടറിൻ്റെ ആണ്. ഇത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. പിന്നെ ഇത് റെക്സോണയാണ്. ഇതൊരു 25 ml ബോട്ടിലാണ് കേട്ടോ. ഇത് റെക്സോണയുടെ. ഇതെന്ന് പറയുന്നത് ഇത് മെഡിമിക്സിൻ്റെ ആണ്. ഇതും 25 ml ബോട്ടിൽ മേടിച്ച് വെച്ചേക്കണതാണ്. ഇതൊരു 50 ml ബോട്ടിലാട്ടോ. ആദ്യം കാണിച്ചത് തന്നെയാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് ലാവണ്ടറാണ്. ഇത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇതും പിയേഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതും പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇത് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ്. നല്ല മണമുള്ള ഓയിലാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. തീർന്നത് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. DM വാട്ടർ എന്നൊക്കെ പറയും. ഇത് ശുദ്ധീകരിച്ച വെള്ളമാണിത്. ഇപ്പം നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ജ്യൂസൊക്കെ എടുക്കുമല്ലോ, അതുപോലെ കറ്റാർവാഴയുടെ മഞ്ഞൾ അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വെള്ളത്തിന് പകരം ചിലരിങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ചെമ്പരത്തിയുടെയൊക്കെ ആണെങ്കിൽ ചെമ്പരത്തിയുടെ ജ്യൂസാണ് വേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെമ്പരത്തിയും അതുപോലെ കറ്റാർവാഴ കിട്ടേണ്ടിട്ട് കുറച്ച് DM വാട്ടർ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ DM വാട്ടർ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി വെച്ചതാണ്. അപ്പോൾ എന്തായാലും കരുതി വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പോൾ ഇതുകൂടി ഒന്ന് കാണിച്ചേക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന പൗഡറുകളാണ്. ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ജ്യൂസ് കൂടാതെ നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ പൊടിച്ച് വെച്ചേക്കണതാണ്. കാണിച്ചു തരാം. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണക്കി പൊടിച്ച് വെച്ചേക്കണതാണിത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. ഒരുപാടൊന്നും ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ ചിലർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണുമല്ലോ. ശംഖുപുഷ്പം കിട്ടാത്തവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കാറും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ അവൈലബിൾ ആണ്. ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാനായിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ. പിന്നെ ഇതെന്ന് പറയുന്നത് ചാർക്കോളിൻ്റെ പൗഡറാണിത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാർക്കോളിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന പൗഡറാണ് കേട്ടോ ഇത്. ചിരട്ടക്കരിയുടെ പൗഡർ, ചാർക്കോൾ പൗഡറാണത്. ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ആര്യവേപ്പ് ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇത് ചെമ്പരത്തിപ്പൂവ് ഉണക്കി പൊടിച്ച് വെച്ചേക്കണതാണ്. അതെ, ചെമ്പരത്തിപ്പൂ ഉണക്കി പൊടിച്ച് വെച്ചേക്കണതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ബീറ്റ്റൂട്ടിൻ്റെ പൗഡറാണ്. ബീറ്റ്റൂട്ട് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചേക്കണം. ഇതുപോലെ ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചേക്കണതാണ്. ഇത് ചെമ്പരത്തിപ്പൂവാണ്. ഇതുപോലെ ഉണക്കി നമ്മൾ പൊടിച്ച് വെച്ചേക്കണം. ആ പൗഡറാണ് കാണിച്ചു തന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കണതാണ്, പാക്ക് ചെയ്ത്. ഇത് ചെമ്പരത്തിപ്പൂവ്. അതുപോലെ ഇത് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പൗഡറാക്കിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് ശംഖുപുഷ്പം ഉണക്കി വെച്ചേക്കണതാണ്. ഇതും ശംഖുപുഷ്പമാണ്. ഇത് കട്ട ശംഖുപുഷ്പമില്ല, അതാണ്. പൂവിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ശംഖുപുഷ്പം ഉണക്കി പൊടിച്ച് വെച്ചേക്കണം. പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് അതെ മോൾഡുകളാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡുകൾ.
ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡുകളാണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു മോൾഡ് 90 ഗ്രാമിൻ്റെ മോൾഡാണ്, പിയേഴ്സിൻ്റെ മോൾഡാണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡുകളാണ്. 90 ഗ്രാമിൻ്റെ മോൾഡാണിത്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. കുറച്ചധികം സോപ്പിൻ്റെ ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലെ മോൾഡിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മോൾഡേക്ക് 1-2 മോൾഡൊക്കെ നമുക്കത് ബുദ്ധിമുട്ടാവില്ല. പല തവണയായിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ല. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് സോപ്പ് ഉണ്ടാക്കി തീർക്കാവുന്നതാണ്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇതൊക്കെ ഓൺലൈനായിട്ട് മേടിച്ച മോൾഡുകളാണ് കേട്ടോ. പിന്നെ ഇതും 90 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മോൾഡിന്. 100 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇത് ഈ ഒരു മോൾഡ് എന്ന് പറയുന്നത് 75 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇതും ഓൺലൈനായിട്ട് മേടിച്ചത്. നല്ല കട്ടിയുള്ള മോൾഡാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു മോൾഡാണ് കേട്ടോ ഇത്. ഇത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മേടിച്ചൊരു മോൾഡാണ് കേട്ടോ ഇത്. അപ്പം ഇതൊരു 110 ഗ്രാമിൻ്റെ ഒക്കെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മോൾഡാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മോൾഡാണ്. പിന്നെ ഈ ഒരു മോൾഡായിരിക്കും നമ്മൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു മോൾഡ്. എല്ലാ ഷേപ്പ്, റൗണ്ട്, ഹാർട്ട്, ഓവല്, സ്ക്വയർ. അപ്പം ഞാൻ ആദ്യം സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് മേടിച്ചൊരു മോൾഡാണ് കേട്ടോ ഈ ഒരു മോൾഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മോൾഡ്. അപ്പോൾ അതേ സോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഇത്ര മോൾഡുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് ക്ലിങ് ഫിലിം അല്ലെങ്കിൽ റാപ്പിംഗ് റോൾ എന്നൊക്കെ പറയും. നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പൊതിയാനായിട്ട് യൂസ് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. കാണിച്ചു തരാവേ. സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് ക്ലിങ് ഫിലിം. ഇതുപോലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് കവർ ചെയ്ത് വെക്കൂലേ, ഇങ്ങനെ. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കി വെച്ചതൊക്കെയാണ്. ഇതുപോലെ നമ്മൾ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചാർക്കോളിൻ്റെ ഒരു സോപ്പാണ്. ഇത് റെഡ് സാൻഡലാണ്, രക്തചന്ദനം വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന സോപ്പാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് അലോവേരയുടെ സോപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത്രയും തീയതി നമ്മളിങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചധികം സോപ്പൊക്കെ ഓർഡർ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ സോപ്പൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കൊടുക്കാനായിട്ട് മേടിച്ചേക്കണ ഒരു കവറാണ് കേട്ടോ ഇത്. സിപ്ലോ കവറും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ എന്നിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഒരു 3-4 സോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു സിപ്ലോ കവർ മേടിച്ചിട്ടേക്കുന്നത്. ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വലുതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലുതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടേപ്പും കൂടി ഉണ്ട്. നമ്മൾ ഇപ്പോൾ കൊറിയറൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കാനുള്ളവർക്കാണെങ്കിൽ നമ്മളിത് ഇതുപോലെ കവറിൽ പാക്ക് ചെയ്ത് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ടേപ്പ് വെച്ച് നമ്മളത് ഫുൾ കവർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേപ്പ് മേടിച്ചിട്ടുണ്ട്, ബ്രൗൺ ടേപ്പ്. അപ്പോൾ അത് ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ പുതിയ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.